ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. നിർദ്ദേശങ്ങൾ നോക്കൂ. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമാണോ? അല്ലല്ലേ. അതായത് ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കൂ. ഏതെല്ലാം പരിശോധനയിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ഏതെല്ലാം പരിശോധനയിലൂടെയാണ്? അതെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും. നെക്സ്റ്റ് എഴുതാം. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇത് ഏതെല്ലാം പരിശോധനയിലൂടെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? നോക്കൂ. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ദെൻ ബി, ഇരുമ്പ്, നിക്കൽ എന്നീ ലോഹങ്ങൾ കൊണ്ട് രൂപം കൊണ്ടതാണ്. സി, ശിലാമണ്ഡലം, അസ്തനോസ്ഫിയർ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഡി, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കുക. ശരിയായ പ്രസ്താവനകൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് ഓപ്ഷൻ എങ്ങനെയാണ് നൽകിയിട്ടുള്ളത്? എയും ബിയും, എയും സിയും, ബിയും സിയും, എയും ഡിയും എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതെ, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഡിയും അല്ലേ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഭാഗമാണ് ഭൂവൽക്കം. അപ്പം ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, എയും ഡിയും. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി, ചിത്രം തന്നെ നോക്കും. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതെ, ഭൂവൽക്കം. ഏതാണ്? ഭൂവൽക്കം. ഓക്കെ, ദെൻ പ്രവർത്തനം 2 നോക്കാം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. എന്നാണ് കൂട്ടുകാരെ ലോക ഓസോൺ ദിനം? അതെ, സെപ്റ്റംബർ 16 അല്ലേ. ഓക്കെ, സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1988 ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുക? എന്തെല്ലാം ദോഷങ്ങളാണ്? അതെന്താണ്? ആഹാര ശൃംഖലയുടെ തകർച്ചയല്ലേ. ആഹാര ശൃംഖലയുടെ തകർച്ച, അതുപോലെ തന്നെ കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്തിയാലുണ്ട ദോഷങ്ങളാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ? ഇതിലേതെങ്കിലും 4 എഴുതുക. ഓക്കെ, ദെൻ ഏത് ദിനമാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഏത് ദിനമാണ്? അതെ, സെപ്റ്റംബർ 16 ആണല്ലേ. ആൻസർ എന്താണ്? സെപ്റ്റംബർ 16. ദെൻ പ്രവർത്തനം 3. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ എത്രയായി തരംതിരിക്കാം? അവയേവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതിയെ നമുക്ക് എത്രയായി തരംതിരിക്കാം? എത്രയായിട്ടാണ്? അത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? പർവ്വതനിരകൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? പർവ്വതനിരകൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം ഘടകങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്?
അതെ, അക്ഷാംശ സ്ഥാനമല്ല. അതുപോലെ തന്നെ എന്താണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. അപ്പോൾ ഏതെല്ലാമാണ് ഘടകങ്ങൾ? അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. ഓക്കെ, ഇതിൽ നമുക്ക് പ്രവർത്തനം 4 നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യമുള്ള ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏതെങ്കിലും 2 നേട്ടങ്ങളും കോട്ടങ്ങളും പട്ടികപ്പെടുത്തുക. അപ്പോൾ ഏതെങ്കിലും 2 നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. നേട്ടങ്ങൾ എന്തൊക്കെ എഴുതാം? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, അതുപോലെ തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു. ഇനി നമുക്കതിൻ്റെ പരിമിതികൾ എഴുതാം അല്ലേ. നെക്സ്റ്റ് പരിമിതികൾ എഴുതാം. ജലം അമിതമായി ഉപയോഗിച്ചതുവഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠിത കുറച്ചു. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത്. 2 പദ്ധതികളുടെ പേരും പദ്ധതിയുടെ ലക്ഷ്യവും എഴുതുക. അപ്പോൾ 2 പദ്ധതികളുടെ പേരും എഴുതണം, കൂടാതെ എന്തും കൂടി എഴുതണം? അവയുടെ ലക്ഷ്യം കൂടി എഴുതണം അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എഴുതാം. ലക്ഷ്യം എന്താണ്? താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നു. അടുത്തത് നമുക്ക് ജീവനം പദ്ധതി എഴുതാം. ലക്ഷ്യം എന്താണ്? സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന്. മൂന്നാമത് എഴുതാം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ലക്ഷ്യം എന്താണ്? നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സാധ്യതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു. നെക്സ്റ്റ് പൊതുവിതരണ സംവിധാനം. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. ഇതിന് സുഭിക്ഷ കേരളം പദ്ധതിയോ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി. ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും 2 എണ്ണത്തിൽ എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ. ആൻസർ എന്താണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 5 നോക്കാം. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലങ്ങളുണ്ട്. പ്രധാനമായും 3 കാർഷിക കാലമാണ് ഇന്ത്യയിലുള്ളത്. താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ പ്രധാനപ്പെട്ട 3 കാർഷിക കാലങ്ങൾ? നമുക്കറിയാം ഏതാണ്? ഖാരിഫ്, റാബി, സെയ്ദാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യണം? താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിച്ചാലോ. കാർഷിക കാലങ്ങൾ, മാസങ്ങൾ, വിളകൾ. ഖാരിഫ് മാസങ്ങൾ ഏതൊക്കെയാണ്? ജൂൺ, ജൂലൈ ആണ് അല്ലേ. അപ്പം നമുക്ക് വിളകൾ ഏതൊക്കെ എഴുതാം? നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. അപ്പം ഇതിൽ ഏതെങ്കിലും 2 നമുക്ക് എഴുതിയാൽ മതി. നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ര, തുവര. ദെൻ റാബി മാസങ്ങൾ ഏതാണ് കൂട്ടുകാരെ? അത് ഒക്ടോബർ, നവംബർ ആണ് അല്ലേ. മാസങ്ങൾ ഒക്ടോബർ, നവംബർ. വിളകളോ? ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്. ദെൻ മാസങ്ങൾ വേനൽക്കാലം നൽകിയിട്ടുണ്ട്. വിളകൾ തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ, വിളകൾ. കാർഷിക കാലം നമുക്ക് മനസ്സിലായില്ലേ ഏതാണ്? അതേ സൈദാണ് അല്ലേ. ആൻസർ എന്താണ്? സൈദ്. ദെൻ തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യയുടെ ആ ഒരു മാപ്പും ഭൂപടവും നൽകിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? ആ ഭൂപടത്തിൽ ഇത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ? ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന. ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ്, ഹരിയാന.
ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കാം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്രാമവികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ് ഗ്രാമവികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ? അതെ, ഗ്രാമത്തിലെ പ്രധാന ആവശ്യങ്ങൾ എന്താണ്? സ്വയം പര്യാപ്തത കൈവരിക്കുക, ദെൻ ഗ്രാമീണ പൂർണ്ണ റിപ്പബ്ലിക് ആവുക, ആശ്രയം ആവശ്യമായി വന്നാൽ മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുക, ഗ്രാമങ്ങളുടെ പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളവും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണം. പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അതിലേതെങ്കിലും 4 എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകളാണ് ചോദിച്ചിട്ടുള്ളത്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എഴുതാം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. ദെൻ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. ഇതിലേതെങ്കിലും 4 എഴുതിയാൽ മതി. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ബൽവന്ത് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അതെ, രാജസ്ഥാനാണല്ലേ. ആൻസർ എന്താണ്? രാജസ്ഥാൻ. ഓക്കെ, ദെൻ പ്രവർത്തനം 7 നോക്കിയാലോ. ഭൂപടങ്ങൾ ഒരു മികച്ച വിവര സ്രോതസ്സാണ്. നിത്യജീവിതത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി നാം വ്യത്യസ്ത ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കടലാസുകളിൽ അച്ചടിച്ച ഭൂപടം മുതൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ ഭൂപടങ്ങൾ വരെ നാം ഇന്ന് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കൂ. ഗ്ലോബുകളുടെയും ഭൂപടങ്ങളുടെയും ചില പ്രധാന സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഗ്ലോബുകളുടെ സവിശേഷതകൾ, ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇവിടെ കുറേ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ, നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ കൂട്ടുകാരെ? ഭൂമിയുടെ സവിശേഷതകളും ഗ്ലോബിൻ്റെ സവിശേഷതകളും തരംതിരിച്ച് പട്ടികപ്പെടുത്തി എഴുതുക. അപ്പോൾ ഗ്ലോബിൻ്റെ ഏതൊക്കെയാണ്? ഭൂമിയുടെ യഥാർത്ഥ മാതൃക, ഭൂമിയുടെ ഗോളാകൃതിയിലുള്ള ചിത്രീകരണം, ഭൂമിയെ പൂർണ്ണമായും ചിത്രീകരിക്കുന്നതിനാൽ ഭൂമിയെ പറ്റിയുള്ള ഒരു സമഗ്രമായ ദൃശ്യബോധം പ്രദാനം ചെയ്യുന്നു. രേഖാംശരേഖകൾ അർദ്ധവൃത്തങ്ങളായും അക്ഷാംശരേഖകൾ കേന്ദ്രീകൃത വൃത്തങ്ങളായും ചിത്രീകരിക്കുന്നു. ഇനി ഭൂപടത്തിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? ഭൂമിയുടെ ദ്വിമാന ചിത്രീകരണം, ഭൂമിയെ ഭാഗികമായോ പൂർണ്ണമായോ ഒരു പരന്ന പ്രതലത്തിൽ ചിത്രീകരിക്കുന്നത്. രേഖാംശരേഖകളും അക്ഷാംശരേഖകളും നേർരേഖകളായി ചിത്രീകരിക്കുന്നു. ഒരു നിശ്ചിത പ്രദേശത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും യാത്രയ്ക്കായി വഴികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഏറെ പ്രയോജനകരം. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? അറിയപ്പെടുന്നവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള ഭൂപടം ഏത് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്? BC 2500, BC 4000, BC 3000 നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും പഴക്കമുള്ള ഭൂപടം? ഏത് കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്? അതെ, BC 2500. ആൻസർ ഓപ്ഷൻ എ, BC 2500. ഓക്കെ, ഇതിന് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 8. ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കുകയും ചെയ്യുക അല്ലേ. ഓക്കെ, ദെൻ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമാക്കിയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ ശ്രമിക്കുമ്പോഴും ചില വെല്ലുവിളികൾ നാം നേരിടുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്. എന്തെല്ലാം കാരണങ്ങളാണ്? അത് ജനസംഖ്യ വർധനവുണ്ട്, അതുപോലെ തന്നെ എന്താണ്? കൃഷിയോടുള്ള ആഭിമുഖ്യക്കുറവ്, പ്രകൃതി ദുരന്തം, തൊഴിലില്ലായ്മ, സബ്സിഡികളുടെ അഭാവം, യുദ്ധം.
ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങളേവ? കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക എന്ന് നൽകിയിട്ടുണ്ട് അല്ലേ. സിവിൽ സപ്ലൈസ് നൽകിയിട്ടുണ്ട്, നീതി സ്റ്റോറും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെ എഴുതാം? ത്രിവേണി സൂപ്പർ മാർക്കറ്റ് എഴുതാം. അതുപോലെ തന്നെ പൊതുവിതരണ കേന്ദ്രമില്ലേ, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോർപ്പ്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? അതിൽ ഏതെങ്കിലും 4 എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പൊതുവിതരണ കേന്ദ്രം, നന്മ സ്റ്റോർ, മാവേലി സ്റ്റോർ, ഹോർട്ടികോർപ്പ്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.